പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. ഇന്ന് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയാണ്. വൈക്കം മഹാദേവന് അഷ്ടമി ആഘോഷിക്കുന്ന ദിവസം. നമ്മളെല്ലാവരും വൈക്കത്തഷ്ടമി ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. ഈ ദിവസം വൈക്കത്തഷ്ടമിയെക്കുറിച്ചും വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും ഒരു ചെറിയ വിവരണവുമായി നമ്മുടെ ചാനലിലേക്ക് എത്തുകയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വിജയലക്ഷ്മി ജി. പ്രിയപ്പെട്ട വിജയലക്ഷ്മി ചേച്ചി, എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. നിങ്ങൾക്ക് ഈ വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയമിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും മഹാദേവൻ്റെ വൈക്കത്തപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കർണാമൃതം ഒരു ദേവതാ സംഗമവേദി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ വിജയലക്ഷ്മി, കൊല്ലം. ഇന്ന് വൃശ്ചികം 8 ശനിയാഴ്ച. ഇന്നാണ് പെരുംതൃക്കോവിലപ്പനായ അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ പ്രധാന ആഘോഷമായ വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വൈക്കത്തഷ്ടമിയെക്കുറിച്ചുള്ള പരിചിതമായ എൻ്റെ ചെറിയ അറിവുകളാണ്. ദക്ഷിണ ഭാരതത്തിൽ കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായൽക്കരയിൽ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഒരു പ്രമുഖ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കത്തപ്പൻ എന്ന ഓമന പേരിലാണ് ശ്രീ പരമേശ്വരൻ ഇവിടെ അറിയപ്പെടുന്നത്. ഖരപ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കുമ്പോഴും പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് വിശ്വസിക്കുന്നു. ചിദംബരത്ത് തപസ് ചെയ്ത് ശിവനിൽ നിന്ന് സമ്മാനമായി ലഭിച്ച ശിവലിംഗങ്ങളുമായി ഖരൻ എന്ന അസുരൻ വൈക്കത്തെത്തുകയും ശിവലിംഗങ്ങളുടെ ഭാരം കാരണം വിശ്രമിക്കാനായി വലതു കൈയിലിരുന്ന ശിവലിംഗം തറയിൽ വയ്ക്കുകയും ചെയ്തു. വിശ്രമത്തിനെല്ലാം ശേഷം യാത്ര തുടരാനായി ഖരൻ ആ തറയിൽ വെച്ച ശിവലിംഗം എടുക്കാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അത് അവിടെ നിന്ന് ഇളകിയില്ല. അപ്പോൾ അവിടെ തപസ് ചെയ്തിരുന്ന വ്യാഘ്രവാദ മഹർഷിയെ ശിവലിംഗം ഏൽപ്പിച്ച് ഖരൻ തുടർയാത്ര ആരംഭിച്ചു എന്നാണ് കഥ. ആ ഖരപ്രതിഷ്ഠയാണ് ഈ വൈക്കത്ത് കാണുന്ന ശിവലിംഗം എന്നാണ് ഒരു വാദം. ഇവിടെ ശ്രീ പരമേശ്വരൻ രാവിലെ ദക്ഷിണാമൂർത്തി ഭാവത്തിലും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് പാർവതീ സമേതനായ രാജരാജേശ്വരനായി കിഴക്കോട്ട് ദർശനമായി വാണരുളുന്നു. ഇവിടെ ഭഗവാനെ രാവിലെ ദർശിച്ചാൽ വിദ്യാലാഭവും, ഉച്ചയ്ക്ക് ദർശിച്ചാൽ ശത്രുനാശവും, വൈകിട്ട് ദർശിച്ചാൽ ജീവിത വിജയവും കുടുംബസൗഖ്യവും ഫലം. വ്യാഘ്രവാദ മഹർഷിയാവട്ടെ ശിവലിംഗം പൂജിച്ച് അവിടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒടുവിൽ ഒരു വൃശ്ചിക മാസത്തിൽ ഒരു കൃഷ്ണപക്ഷ അഷ്ടമി ദിവസം 7:30 വെളുപ്പിന് ശ്രീ പരമേശ്വരൻ പാർവതീ സമേതനായി മുനിക്ക് ദർശനം നൽകി. ആ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിച്ചു വരുന്നത്. അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ്വ ഐശ്വര്യത്തിനും ഏറെ ഗുണകരമാണെന്നാണ് വിശ്വസിച്ച് പോരുന്നത്. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന 12 ദിവസത്തെ ഉത്സവമാണ് വൈക്കത്തഷ്ടമി ഉത്സവം. അഷ്ടമി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള കൂടിയെഴുന്നള്ളത്ത്, അഷ്ടമി വിളക്ക്, പഞ്ചവാദ്യം എന്നിവ വളരെ പ്രസിദ്ധമാണ്. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയുമൊത്ത് വ്യാഘ്രവാദ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു ദിവസമാണ് വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസം. ലോകപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വൈക്കത്തപ്പൻ്റെ പുത്രനാണെന്ന് വിശ്വസിക്കുന്ന ഉദയനാപുരത്തപ്പനായുള്ള സംഗമമാണ് കൂടിയെഴുന്നള്ളത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഇതൊരു പിതൃപുത്ര സംഗമമായി കരുതുന്നു. അഷ്ടമി ഉത്സവത്തിൽ ഭഗവാന്റെ ആറാട്ട് ഉദയനാപുരത്തപ്പൻ്റെ ക്ഷേത്രക്കുളത്തിലാണ്. വൈക്കത്തഷ്ടമിക്ക് മുന്നോടിയായി ഈ പ്രദേശത്തെ ബ്രാഹ്മണ സമൂഹങ്ങൾ വൈക്കത്തപ്പന് ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹ സന്ധ്യാവേല എന്ന വഴിപാട് സമർപ്പിക്കുന്നു. അഷ്ടമി ഉത്സവത്തിൻ്റെ അനുബന്ധമായി ക്ഷേത്രത്തിൽ വിപുലമായ സദ്യ നടക്കുന്നു.
ഈ ദിവസത്തെ സദ്യയും 12 ശിവസ്തുതികളും ശിവപ്രാർത്ഥനയും പുണ്യമായി കരുതുന്നു. അഷ്ടമി ഉത്സവത്തിൻ്റെ 7ാം നാളിനാണ് അതിപ്രശസ്തമായ വൃഷഭവാഹനം എഴുന്നള്ളിപ്പ്. അന്ന് ഭഗവാൻ തൻ്റെ ഇഷ്ടവാഹനമായ നന്ദിയുടെ പുറത്തെഴുന്നള്ളി ഭക്തർക്ക് ദർശനം നൽകുന്നു. രാത്രി അത്താഴപൂജയും ശ്രീബലിയും ശ്രീഭൂതബലിയും കഴിഞ്ഞ് രാത്രി 11:30 വൃഷഭവാഹനത്തിൽ വിളക്കിനെഴുന്നള്ളത്ത് നടക്കുന്നത്. സാധാരണയായി ആനപ്പുറത്തെഴുന്നള്ളിക്കുന്നത് പോലെ തന്നെ കൂറ്റൻ വെള്ളിക്കാളപ്പുറത്ത് വൈക്കത്തപ്പൻ്റെ തങ്കവിഗ്രഹം, ആടയാഭരണങ്ങൾ, തങ്കനിർമ്മിതമായ ചന്ദ്രക്കല, ഉദരബന്ധനം, കട്ടിമാലകൾ, പൂമാലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച് ക്ഷേത്രാവകാശികളായ 40 മൂസതുമാർ ചേർന്ന് മുളം തണ്ടിലേറ്റിയാണ് എഴുന്നള്ളിച്ച് വരുന്നത്. എഴുന്നള്ളിപ്പിന് നെറ്റിപ്പട്ടം കെട്ടിയ 9 ആനകൾ അകമ്പടി സേവിക്കും. അതിൽ 2 ആനകൾക്ക് സ്വർണത്തിൽ തീർത്ത നെറ്റിപ്പട്ടമായിരിക്കും അണിയിക്കുന്നത്. 2 തങ്കക്കുടകളും ആലവട്ടവും വെഞ്ചാമരവും അടങ്ങിയ മുന്തിയ ആനച്ചമയങ്ങളായിരിക്കും ഉണ്ടാവുക. 7 പ്രദക്ഷിണങ്ങൾ ഉള്ളതിൽ ഓരോ പ്രദക്ഷിണത്തിനും ഓരോ തരം വാദ്യങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. അഷ്ടമിയുടെ ഏറ്റവും ആർഭാടപൂർവമായ ഒരു ചടങ്ങാണ് വൃഷഭവാഹനം എഴുന്നള്ളിപ്പ്. ഉത്സവത്തിൻ്റെ 10ാം ദിവസമാണ് അഷ്ടമി ദർശനം. അന്ന് 1 മണിക്കൂർ നേരത്തെ തന്നെ നട തുറക്കും. 4:30 മുതൽ അഷ്ടമി ദർശനം ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ആൽമരച്ചുവട്ടിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാദ മഹർഷിക്ക് ശ്രീ പരമേശ്വരൻ പത്നീപുത്ര സമേതനായി ദർശനം നൽകിയ പുണ്യമുഹൂർത്തമാണ് അഷ്ടമിയായിട്ട് ആചരിക്കുന്നത്. അഷ്ടമി ദർശനം കഴിഞ്ഞാൽ ഭഗവാൻ കിഴക്കേ നടപ്പന്തലിലേക്ക് ഇറങ്ങി നിൽക്കും. താരകാസുരന് നിഗ്രഹത്തിന് പോയ തൻ്റെ മകൻ സുബ്രഹ്മണ്യൻ തിരികെ വരുന്നതും നോക്കി താളമേളങ്ങളൊന്നുമില്ലാതെ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അസുരനെ കൊന്ന് വിജയശ്രീലാളിതനായി പുത്രനെ ആഭരണ വിഭൂഷിതനായി സകല ആഡംബരങ്ങളോടുകൂടി എത്തുന്ന ഉദയനാപുരത്തപ്പൻ്റെ ആ വരവ് പ്രതീക്ഷിച്ചുള്ളതാണ് ഈ നിൽപ്പ്. പുത്രനായ ഉദയനാപുരത്തപ്പൻ്റെ വരവാണ് അഷ്ടമി വിളക്കിലെ ഒരു പ്രധാന ചടങ്ങ്. ഇത് രാത്രിയിലാണ് ഈ ചടങ്ങ്. പുലർച്ചെ ഉദയനാപുരത്തപ്പൻ്റെ യാത്രയയപ്പും നടക്കുന്നു. താരകാസുരനെ കൊന്ന് വിജയശ്രീലാളിതനായി വരുന്ന മകനെ വൈക്കത്തപ്പനും ഉപദേവതമാരും ചേർന്ന് സ്വീകരിക്കുന്നു എന്നാണ് സങ്കല്പം. വൈക്കത്തപ്പൻ്റെ കാത്തു നിൽക്കുന്ന ഈ വരവ് അതിവിശേഷമാണ്. വൈക്കത്തെ വലിയ കവല മുതൽ നിലവിളക്കുകൾ കത്തിച്ചു വെച്ചും പുഷ്പങ്ങൾ വിതറിയുമാണ് ഉദയനാപുരത്തപ്പനെ ഭക്തജനങ്ങൾ എതിരേൽക്കുന്നത്. അഷ്ടമി ദിവസം വൈക്കത്തപ്പന് നിവേദ്യങ്ങൾ ഒന്നും തന്നെയില്ല. മകനായ ഉദയനാപുരത്തപ്പന് വേണ്ടി അച്ഛൻ ഉപവാസം അനുഷ്ഠിക്കുന്നു എന്ന സങ്കല്പമാണ് ഇത്. അന്ന് പക്ഷേ തൻ്റെ ഭക്തന്മാർ ആരും പട്ടിണി കിടക്കരുത് എന്ന സങ്കല്പത്തിൽ ഭക്തന്മാർക്ക് വളരെ വിശേഷമായ സദ്യ നടത്തുന്നു. പ്രാതൽ സദ്യ എന്നാണ് അതറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുര നട അന്ന് മാത്രമേ തുറക്കൂ. അതിലൂടെയാണ് ഉദയനാപുരത്തപ്പൻ വരുന്നത്. വാദ്യഘോഷങ്ങളോടെ എത്തുന്ന ഉദയനാപുരത്തപ്പനെ മഹാദേവൻ കിഴക്കേ ആനക്കൊട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. തുടർന്ന് വലിയ കാണിക്ക എന്ന ചടങ്ങ് നടക്കുന്നു. ആദ്യം കാണിക്കയിടാനുള്ള അവകാശം കർഗയിൽ കൈമൾക്കാണ്. തുടർന്ന് ഭക്തരും ദേവസ്വം അധികൃതരുമെല്ലാം കാണിക്കയിടുന്നു. കാണിക്കയിട്ട് കഴിഞ്ഞാൽ വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ട് നടക്കും. പിന്നീടാണ് കൂടിപ്പിരിയൽ എന്ന വേദനാജനകമായ ഒരു ചടങ്ങ് ഉണ്ട്. ശിവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും തിടമ്പേറ്റിയ ആനകൾ വേദനാജനകങ്ങളായ പലതരം ശബ്ദങ്ങളും പുറപ്പെടുവിക്കും. വിളക്കണിച്ച് വാദ്യോപകരണങ്ങളെല്ലാം നിർത്തി തികച്ചും മൗനത്തോടുകൂടി ഉള്ള ഒരു അന്തരീക്ഷം. വളരെ ദുഃഖത്തോടുകൂടി ഉദയനാപുരത്തേക്കും പരമശിവൻ ശ്രീകോവിലേക്കും തിരിച്ചു പോകും. ഈ സമയം ദുഃഖകണ്ഠാരം എന്ന രാഗം നാഗസ്വരത്തിൽ വായിക്കും. വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷമായിരിക്കും അത്. സുബ്രഹ്മണ്യൻ്റെ തിടമ്പേറ്റിയ ആന തിരിഞ്ഞു നോക്കി യാത്രയാകുന്നത് സങ്കടകരമായ കാഴ്ചയാണ്. കണ്ടു നിൽക്കുന്ന ഭക്തരും എന്തിനേറെ പറയണം, ആനകൾ പോലും ആ സമയത്ത് കരയുന്നുണ്ടാവും. ജഗദീശ്വരനായിട്ട് പോലും
സ്വന്തം പുത്രൻ്റെ വേർപാടോർത്ത് ദുഃഖിതനായിട്ടാണ് ശ്രീപരമേശ്വരൻ്റെ ശ്രീകോവിലിലേക്കുള്ള മടക്കം. പിറ്റേ ദിവസമാണ് വൈക്കത്തപ്പൻ്റെ ആറാട്ട്. ആറാട്ടിന് ശേഷം വൈക്കത്തപ്പൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് വെള്ളാട്ടുമൂസിൻ്റെ മുക്കുടി നിവേദ്യവും ഉണ്ടാവും. അങ്ങനെ അഷ്ടമി ഉത്സവം സമാപിക്കുന്നു. ശംഭോ മഹാദേവ.